ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇന്ന് നമ്മുടെ യൂട്യൂബിൽ നിന്നുള്ള ആദ്യത്തെ പേയ്മെൻറ്റ് നമ്മൾ എടുക്കാൻ പോകുന്ന ദിവസമാണ്. ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഒറ്റ വീഡിയോയിൽ നിന്നാണ് മോണിറ്റൈസേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആകാനുള്ള അത്ര വ്യൂസും കാര്യങ്ങളും എല്ലാം കിട്ടിയത് കേട്ടോ. അപ്പം അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അടങ്ങിയ വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരൊന്ന് കയറി കാണണം കേട്ടോ. അങ്ങനെ ATM കൗണ്ടറിൽ എത്തിയിട്ട് ശരിക്കും പറഞ്ഞാൽ 2 തവണ ട്രൈ ചെയ്തിട്ട് എനിക്ക് പൈസയൊന്നും കിട്ടിയില്ല. കാരണം അപ്പോഴത്തെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണോ പേടി കൊണ്ടാണോ എന്നറിയത്തില്ല, ചെയ്തതെല്ലാം മൊത്തത്തിൽ തെറ്റിപ്പോയി. അവസാനം പിന്നെ ചോദിച്ചും പറഞ്ഞൊക്കെ 3ാമത്തെ തവണ ഞാൻ ചെയ്യുന്നത് കേട്ടോ. എത്ര രൂപ വേണ്ടെന്ന് വെച്ചാൽ അങ്ങനെ അവസാനം കാത്തിരുന്ന ആ ക്യാഷ് എൻ്റെ കയ്യിലെത്തി കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ക്യാഷൊക്കെ പിടിച്ചൊരു ഫോട്ടോയൊക്കെ എടുത്ത്, കാരണം എനിക്ക് യൂട്യൂബിൽ നിന്ന് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു റവന്യൂ ആണ്. അതിൻ്റെ എന്നത്തെ ഓർമ്മയ്ക്കായിട്ട് ഇരിക്കട്ടെ എന്നൊരു ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ ഇതിൻ്റെ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ മന്തിയൊക്കെ മേടിച്ചിട്ടാണ് വീട്ടിൽ പോയത്. ഫസ്റ്റ് പേയ്മെൻറ്റായിട്ട് എനിക്ക് എത്ര കിട്ടിയെന്നും അതുപോലെ എൻ്റെ യൂട്യൂബ് ജേർണി എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ടാക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും വേണം കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാണാവേ. ഹായ്, നമ്മൾ നമ്മുടെ യൂട്യൂബിൽ നിന്നുള്ള ആദ്യത്തെ പേയ്മെൻറ്റൊക്കെ കിട്ടി, റവന്യൂ ഒക്കെ കിട്ടി, നമ്മളിപ്പോൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനൊരു എന്താ പറയുക, ഈ ഒരു ഇത് കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരെ പോലെ തന്നെ ഞാനും ആഗ്രഹിച്ചിരുന്നു. തുടക്കത്തിലൊന്നും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലുമൊക്കെ സബ്ബൊന്ന് കൂടിയിരുന്നെങ്കിൽ, കാരണം നമ്മൾക്ക് തുടക്കത്തിൽ നമുക്ക് സബ്ബാണല്ലോ ഇല്ലാത്തത്. അങ്ങനെ വന്നപ്പോൾ അന്ന് ആ ഒരു ആഗ്രഹമുള്ളായിരുന്നു, നമ്മൾ സബ്ബൊക്കെ കൂടിയിരുന്നെങ്കിൽ എന്ന് മാത്രമേ ആഗ്രഹിച്ചിരുന്നുള്ളൂ. കാരണം ഞാൻ ചാനൽ തുടങ്ങിയത് ഒരിക്കലും ഒരു ഏണിങ്സ് ഇതിൽ നിന്ന് നേടണം എന്നുള്ളൊരു ലക്ഷ്യം വെച്ചിട്ടല്ലായിരുന്നു. കാരണം എനിക്ക് അത്രയ്ക്ക് എത്താൻ പറ്റുമെന്നൊരു അത്രയ്ക്ക് വിശ്വാസം എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു. പക്ഷേ നമുക്കൊരു 1K സബ്ബായി കഴിഞ്ഞപ്പോൾ തൊട്ട് ഓക്കെ, ഇനി കുറച്ചും കൂടെ ആയിരുന്നെങ്കിൽ, ഒന്ന് മോണി ആയിരുന്നെങ്കിൽ എന്നൊക്കെ ഒരു ആഗ്രഹം വരാൻ തുടങ്ങി. അപ്പം അങ്ങനെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് എനിക്ക് ഇത്ര എത്താൻ സാധിച്ചു. അതിന് തന്നെ ആദ്യം എല്ലാവരോടും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. പിന്നെ ഇപ്പോൾ ചാനലൊക്കെ തുടങ്ങിയവരോടാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളൊരു വീഡിയോ ചെയ്തു, ഒരു ഷോർട്സ് ആയിക്കോട്ടെ, ലോങ് വീഡിയോ ആയിക്കോട്ടെ ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ നമുക്കതിൽ നോക്കുമ്പോൾ നമുക്ക് അധികം വ്യൂസ് ഒന്നും കാണുന്നില്ല. പക്ഷേ നമ്മളത് വെയിറ്റ് ചെയ്യുമ്പോൾ ഉറപ്പായും റിസൾട്ട് ഉണ്ടാവും. അതിനൊരു ഉദാഹരണം കേട്ടോ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. നമ്മളൊരു പക്ഷേ ഒരു ചെറിയ ഒരു വീഡിയോ ചെയ്തത്, ഒരു ഷോർട്സ് ചെയ്തതിനെക്കുറിച്ച് മറന്നു പോയിട്ടുണ്ടായിരിക്കും. പക്ഷെ പിന്നീടായിരിക്കും അത് റീച്ചായിട്ട് വരുന്നത്. എനിക്ക് അങ്ങനെയാണ് സംഭവിച്ചത്. നമ്മളൊരു കാര്യം ചെയ്തു, അത് വിട്ടു, ഓക്കെ, വ്യൂ ഒന്നും കയറുന്നില്ല, നമ്മളത് മറന്നു. പക്ഷേ പിന്നീട് അത് കയറി വരാൻ തുടങ്ങി. അപ്പോൾ എപ്പോഴാണ് നമ്മുടെ സമയം മാറുന്നതെന്ന് നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഒരിക്കലും പുതിയതായിട്ട് നമ്മൾ പുതിയതായിട്ട് വന്നവർക്കാണ് ഏറ്റവും കൂടുതൽ സങ്കടവും നിരാശയൊക്കെ വരുന്നത്. കാരണം ഓൾറെഡി അല്ലാതെ വന്നവർ അവരുടെ ഒരു എന്താ പറയുക, കൊടി ഭാറിച്ചിട്ടുണ്ട് ഈ ഒരു രംഗത്ത്. അതുകൊണ്ട് അവർക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം അവർക്ക് അവരുടേതായ ഒരു പേര് കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ പുതിയതായിട്ട് വരുന്നവർക്കാണ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ടെൻഷനും സങ്കടവും നിരാശയും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരോടാണ് നിങ്ങൾ ഒരിക്കലും വിഷമിക്കുകയും വേണ്ട, ടെൻഷനാവുകയും വേണ്ട, നിരാശപ്പെടുകയും വേണ്ട. നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്താൽ ഉറപ്പായും അതിൻ്റെ റിസൾട്ട് ഉണ്ടാകും. എപ്പോഴാണ് കയറിപ്പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. പിന്നെ നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കണം, ഏത് ടൈപ്പ് ഓഫ് വീഡിയോ ചെയ്യുമ്പോഴാണ് വ്യൂസ് കൂടുന്നതെന്നുള്ള ശ്രദ്ധിച്ചിട്ട് അതിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ, കൂടുതലായിട്ടൊന്ന് ആ ടൈപ്പ് ഓഫ് വീഡിയോ ചെയ്യാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായി നമുക്ക് റിസൾട്ട് ഉണ്ടാവും. മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് ഈ ഒരു പ്രോസസ്സിലേക്ക് ചെയ്യാൻ പോയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈശ്വര, ഇത് ഇത്ര എന്താ പറയുക, ടെൻഷനുള്ള കാര്യമാണല്ലോ. കാരണം ഒരു തെറ്റ് സംഭവിച്ചാൽ അതവിടെ പോയില്ലേ. അതുകൊണ്ട് വളരെ പേടിച്ചും ടെൻഷനോട് കൂടി തന്നെയാണ് നമ്മൾ ഈ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ചെയ്തത്. ഞങ്ങൾ തന്നെയാണ് മോണിറ്റൈസേഷൻ ചെയ്തത്. അത് ചെയ്യാൻ ഹെൽപ്ഫുള്ളായത് നമ്മുടെ യൂട്യൂബിലെ ചിലരുടെയൊക്കെ വീഡിയോസ് നോക്കിയിട്ട് തന്നെയാണ് ചെയ്തത്. അപ്പോൾ അതുപോലെ പിൻ നമ്പർ വരുന്നതും ഒക്കെ എനിക്ക് കുറച്ച് ലേറ്റ് ആയിരുന്നു, 2-3 ആഴ്ച അടുത്തെടുത്തു. അപ്പോൾ അതും എനിക്ക് ടെൻഷനായി. പിന്നെ പിൻ നമ്പർ വരാതിരുന്ന് എന്നാ ചെയ്യേണ്ടത്, നമുക്കെല്ലാം ടെൻഷനാണല്ലോ. പിൻ നമ്പർ കറക്റ്റായിട്ട് പിന്നെ ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടി. അതും കറക്റ്റായിട്ട് ചെയ്തു. അതുപോലെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസും എല്ലാം കാര്യങ്ങളും നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ സാധിച്ചപ്പോൾ ആദ്യത്തെ പേയ്മെൻറ്റ് കയ്യിൽ കിട്ടുന്നതും വരെ നമുക്കൊരു വല്ലാത്തൊരു ടെൻഷനാട്ടോ. അതുപോലെ മെസ്സേജ് വന്നു കഴിഞ്ഞിട്ടും
എനിക്ക് വിശ്വാസം വരുന്നില്ല. ഓക്കെ, വന്നിട്ടുണ്ടോ? കാരണം പോയി നോക്കാതെ നമുക്ക് വിശ്വസിക്കാനൊരു പ്രയാസം, വിശ്വസിക്കാൻ പ്രയാസമല്ല, ഇനി എങ്ങാനും തെറ്റിപ്പോയി കാണുമോ, എന്തെങ്കിലും കുഴപ്പമുണ്ടായിരിക്കുമോ, കാരണം നമുക്ക് കൈ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാമല്ലോ. അപ്പോൾ ആ ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ വലിയ ചിലവൊന്നുമില്ല, നമ്മുടെ കുറച്ച് സമയം മാത്രം സ്പെൻഡ് ചെയ്താൽ മതി. നമ്മുടെ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ അല്ലാണ്ട് നമുക്ക് വലിയ ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം നമുക്ക് ശരിക്കും വലിയ മുതൽ മുടക്കില്ലാതെയാണ് നമുക്ക് ഈ ഒരു ഇത് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്നത് എന്തായിക്കോട്ടെ, അത് നമുക്ക് വളരെ വിലയുള്ളതാണ്. അതുമാത്രമല്ല, നമ്മുടെ ഒരു എഫർട്ട്, നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയൊരു ക്യാഷ്, പിന്നെ ഇങ്ങനൊരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്, അതൊക്കെ വളരെ സ്വപ്നതുല്യമാണ്. എനിക്കൊരു സ്വപ്നതുല്യമായിരുന്നു കേട്ടോ. കാരണം നമുക്കിങ്ങനെ ഡോളർ കിട്ടുന്നു അല്ലേ, ഡോളറൊക്കെ കിട്ടുമെന്ന് പറയുമ്പോൾ എന്താ പറയുക, നമുക്കതൊരു വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതേപോലെ എനിക്കിപ്പോൾ 2 വർഷമായി ഞാൻ വർക്കിന് പോയിട്ട്. അപ്പോൾ എനിക്കൊരു എന്തെങ്കിലും ഒരു നിസ്സാര ഒരു കാര്യം മേടിക്കണേ പോലും നമുക്ക് ഹസ്ബൻഡിനോട് ചോദിക്കണം, പൈസ തരാമോ. അപ്പോൾ ജോലി ഇല്ലാതിരിക്കുന്നവരെ സംബന്ധിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരോട്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആർക്കാണോ വരുമാനമുള്ളവർ അവരോട് ചോദിക്കേണ്ട ഒരു അവസ്ഥയാണ് അല്ലേ. ഇങ്ങനെ എന്തെങ്കിലും കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങളെങ്കിലും നമുക്ക് എന്താണ്, നമുക്ക് സ്വന്തമായിട്ടൊന്ന് ചെയ്യാൻ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ഇഷ്ടമുള്ള കാര്യങ്ങളൊന്ന് മേടിക്കാനോ ഒക്കെയുള്ള അതിനൊക്കെ പറ്റില്ല. നമ്മുടെ മക്കൾക്കാണെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് നമ്മുടെ ഒരു ഏണിങ്സ് കൊണ്ട് മേടിച്ചു കൊടുക്കാൻ പറ്റുന്നത്, നമ്മുടെ വീട്ടിലുള്ളവർക്ക് നമുക്ക് എന്തെങ്കിലും ഒന്ന് മേടിച്ചു കൊടുക്കാൻ പറ്റുന്നത്, അത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. വരുമാനം ഇല്ലാത്തവരെ സംബന്ധിച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത്. കാരണം വരുമാനം ഇല്ലാതിരിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഇൻകം ഇല്ലാതിരിക്കുമ്പോഴാണ് അതിനൊരു എന്താ പറയുക, ഒരു വിഷമവും പിന്നീട് ഒരു ഇൻകം കിട്ടുമ്പോഴുള്ള ഒരു സന്തോഷം എന്നൊക്കെ പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടുമ്പോഴത്തേക്കും അതിൻ്റെ മധുരം എന്ന് പറയുന്നത് ഇരട്ടി മധുരമാണ്. കാരണം യൂട്യൂബിൽ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു വളരെ അഭിമാന നിമിഷമാണ്. എനിക്കൊക്കെ തോന്നിയത് നമ്മൾ വലിയൊരു മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ട് അതിൽ പ്രൈസ് കിട്ടുകയില്ലേ, ആ ഒരു ഇതായിരുന്നു, ഒരു മെഡലൊക്കെ മേടിച്ച ആ ഒരു അനുഭവമായിരുന്നു കേട്ടോ എനിക്ക്. ഇതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന തുക. അപ്പം എനിക്ക് കിട്ടിയിരിക്കുന്ന തുക എൻ്റെ കയ്യിലുണ്ട്. ഇതാണ് എനിക്ക് കിട്ടിയത്. ഇത് ആരും കറക്റ്റായിട്ട് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ കറക്റ്റായിട്ട് പറയരുതെന്നൊക്കെയുള്ള എന്താ പറയുക, പോളിസി ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ടെന്നാണ് പറയണത്. അതുകൊണ്ട് എല്ലാവരെ പോലെ ഞാനും കറക്റ്റായിട്ട് പറയുന്നില്ല. പക്ഷേ എന്നാലും ഞാനൊരു ഏകദേശ എമൗണ്ട് നിങ്ങളോട് പറയാം. കറക്റ്റായിട്ട് പറഞ്ഞാൽ ഇനി അത് ഇവരുടെ പോളിസീസിനൊക്കെ എതിരാണെങ്കിൽ നമുക്കത് പ്രോബ്ലമായി മാറും. അതുകൊണ്ടാണ് പറയാത്തത്. നമുക്ക് ഡോളർ വന്നതിൽ നിന്നും ഒരു നിശ്ചിത എമൗണ്ട് അവിടുന്ന് ടാക്സ് പിടിച്ചിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ടാക്സിന് ശേഷവും അതേപോലെ നമ്മുടെ അക്കൗണ്ടിൽ പൈസ വന്നതിന് ശേഷം എനിക്കൊരു 82 റുപ്പീസ് നമ്മുടെ ബാങ്കിൽ നിന്നും പിടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇത് ട്രാൻസാക്ഷൻ അതേപോലെ എന്തോ 2 കാര്യങ്ങളിലായിട്ട് 50 രൂപയോ ഒരു 32 രൂപയോ അങ്ങനെ 82 രൂപ ഇവിടുന്ന് പിടിച്ചതിന് ശേഷമുള്ള ഒരു ഏകദേശ കണക്കാട്ടോ പറയുന്നത്. ഒരു 16,000-നും 20,000-നും ഇടയിലുള്ളൊരു തുകയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ഏകദേശം അതിൻ്റെ ഇടയിലുള്ളൊരു സംഖ്യ. അപ്പോൾ അങ്ങനെ ഒരു സംഖ്യ കിട്ടി. എന്നാണേലും എനിക്ക് ഇനി അങ്ങോട്ട് ഇത്ര കിട്ടുമെന്നൊന്നും ഇല്ല കേട്ടോ. ഇനി അങ്ങോട്ടും നമ്മുടെ വ്യൂവിനനുസരിച്ചേ ഉള്ളൂ. അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യമായിട്ടാണ് ഇത്രയൊരു തുക എനിക്കൊരു ശമ്പളമായിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പം ഒത്തിരി സന്തോഷമുണ്ട്. ഹെൽപ്പ് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ പുതുതായിട്ട് ചാനൽ തുടങ്ങിയവരൊന്നും ഒട്ടും വിഷമിക്കേണ്ട. നിങ്ങളുടെ സമയമാകുമ്പോൾ നടക്കേണ്ട വിധത്തിൽ എല്ലാം നന്നായിട്ട് തന്നെ നടക്കും. പറഞ്ഞ പോലെ നന്നായിട്ട് വർക്ക് ചെയ്യുക. ഏത് വീഡിയോസിനാണോ കൂടുതൽ വ്യൂസ് അതിനനുസരിച്ച് ആ ടൈപ്പ് ഓഫ് വീഡിയോ ചെയ്യുക. നിങ്ങൾക്കും ഇപ്പോൾ ഷോർട്സ് വീഡിയോ ചെയ്യുന്നത്, അയ്യോ ഞാൻ ഷോർട്സ് ആണല്ലോ ചെയ്യുന്നത് എനിക്കിനി കൂടുതലായിരിക്കുമല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട. ഞാൻ ഷോർട്സ് വീഡിയോയിലൂടെയാണ് മോണി ആയതും എനിക്ക് ഷോർട്സ് വീഡിയോയിലാണ് റവന്യൂ കിട്ടിയതും. അതുകൊണ്ട് ഒരിക്കലും ലോങ് വീഡിയോ ഇപ്പോൾ ചിലപ്പം നമ്മുടെ തിരക്കുകൾ കൊണ്ട് നമുക്ക് ലോങ് വീഡിയോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അല്ലേ. നമ്മുടെ പല തിരക്കുകളുണ്ട്. നമ്മൾ ജോലിക്ക് പോകാതെ വീട്ടിലിരിക്കുന്ന തന്നെ നമുക്കങ്ങനെ ചില തിരക്കുകൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ ലോങ് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് വിഷമിക്കേണ്ട. ഷോർട്സ് വീഡിയോ ചെയ്ത് നമുക്ക് മോണിയാവാൻ പറ്റും. അപ്പോൾ അതിന് ഒരു ഉദാഹരണം കേട്ടോ ഞാൻ. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക, നമുക്ക് റിസൾട്ട് ഉറപ്പായും ഉണ്ടാകും. എല്ലാവരുടെയും ചാനലുകൾ മോണിയാവാനും ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഏണിങ്സ് കിട്ടാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും എന്താ പറയുക നന്മകൾ നേരുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ തുടർന്നും എല്ലാവരുടെയും ഹെൽപ്പ് ഉണ്ടാകണം. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോഴേക്കും ബൈ.